അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലുള്ള ആദ്യത്തെ 10 ദിവസം. നമുക്കെല്ലാവർക്കും അള്ളാഹുവായിട്ട് അടുക്കാൻ ഇഷ്ടമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ ആഗ്രഹമുണ്ടാകും. നമ്മൾ ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. എങ്കിൽ ഈ ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കരുത്. അള്ളാഹുവായിട്ട് നിങ്ങൾക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു ചാൻസാണിത്. ഈ സമയങ്ങൾ നമ്മൾ വെറുതെ കളയരുത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ബഹുമാനിക്കണം. ദുൽഹിജ്ജ മാസത്തിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ നേർക്ക് ചൊല്ലേണ്ട ദുആയാണിത്. നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക അല്ലാഹുമ്മ ഹില്ലഹു റുഷ്ദി വ ഖൈർ. നമ്മളിത് ചൊല്ലിയിട്ട് ആ മാസത്തെ വരവേൽക്കുക. നമ്മൾ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക, അടുക്കുക. നമ്മൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ മാസപ്പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിത്യം ഓതുന്ന സൂറത്താണ് മുൽക്ക് സൂറത്ത്. എങ്കിൽ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആ ഒരു പിറ കണ്ടാൽ പ്രത്യേകമായിട്ട് മുൽക്ക് സൂറത്ത് നിയത്ത് വെച്ച് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നമുക്ക് ദാരിദ്ര്യങ്ങൾ വരില്ല, സമ്പത്ത് കുന്നുകൂടും. നമുക്ക് ആ ഒരു മാസം, ആ ഒരു വർഷം തന്നെ നമുക്ക് ഹൈറാക്കി കിട്ടും എന്നതാണ്. മുൽക്ക് സൂറത്ത് നമ്മൾ പതിവാക്കണം. ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെ കാക്കും. ദുൽഹിജ്ജ മാസം, ആ ഒരു മാസം മുഴുവൻ പ്രത്യേകമായിട്ട് ദുൽഹിജ്ജ മാസത്തെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്യുക. ദുൽഹിജ്ജ 1 മുതൽ 30 വരെ പാരായണം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഹൈറും ബറക്കത്തും പടച്ച റബ്ബ് തരും, അത് ഉറപ്പാണ്. കൂടാതെ ഫജ്ർ സൂറത്ത് പാരായണം ചെയ്യുക. 1 മുതൽ 10 വരെ നിങ്ങൾ മുടങ്ങാതെ ഓതുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അള്ളാഹു ഇതിനുള്ള പ്രതിഫലം തരും. ഫജ്ർ സൂറത്ത് പാരായണം ചെയ്യുന്നവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, അത് ഉറപ്പാണ്. ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ദുൽഹിജ്ജ 30 വരെ ഓതുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ പ്രകാശം, നമുക്ക് ഈ ഒരു ഫജ്ർ സൂറത്ത് നാളെ മഹ്ശറയിലൊരു പ്രകാശമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പദവികൾ, ഉയരങ്ങളിൽ എത്താൻ കഴിയും. അള്ളാഹുവായിട്ട് നിങ്ങൾക്ക് അടുക്കണമെങ്കിൽ, അള്ളാഹുവായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അടുക്കാനുള്ള ഒരു അവസരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവായിട്ട് അടുത്ത ഒരു സമയമാണ് ദുൽഹിജ്ജ മാസം. ഹാജിമാരൊക്കെ ഹജ്ജിന് പോയിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ദുആയ്ക്ക് ഉത്തരം തരും. നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയും അള്ളാഹുവായിട്ട് അടുക്കാൻ വേണ്ടിയും ചൊല്ലാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഈ മാസത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ദിക്റ്. ഇത് നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുക അത്ര നിങ്ങൾ എണ്ണ പിടിച്ചിട്ട് ചൊല്ലുക. നിങ്ങൾക്ക് ഒരാഗ്രഹം നിറവേറാനുണ്ടെങ്കിൽ, ദുആയ്ക്ക് ഉത്തരം കിട്ടാനുണ്ടെങ്കിൽ 4444 നേർച്ച വെച്ചിട്ട് ഓതാം, ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസം 1000 വെച്ചിട്ട് അങ്ങനെ 10 വരെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഭയങ്കര ഫലമാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അക്ഷര തെറ്റുണ്ടാവാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് പുറത്തേക്ക് വരാൻ പാടില്ല, പല്ലിനോടും തട്ടാൻ പാടില്ല. പല്ലിൻ്റെ നേരെ അപ്പുറത്തുള്ള നുണ്ണുമ്മൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേലെ അണ്ണാക്കിലുള്ള നുണ്ണുമ്മലാണ് നാവ് തട്ടേണ്ടത്. ആ രൂപത്തിലാണ് നമ്മൾ ചൊല്ലേണ്ടത്. നാവ് പുറത്ത് വരാൻ പാടില്ല. നമ്മൾ ഇതുപോലെ അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ അതിൻ്റെ അതപോട് കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടും. ദുൽഹിജ്ജ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കുക, പറ്റുന്നവരെ നോമ്പ് അനുഷ്ഠിക്കുക, പരസ്പരം ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടും. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.